അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ള മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് അവൻ്റെ ഈമാനാണ്. ഈമാനിനേക്കാൾ വലിയ നിഅമത്ത് ഈ ലോകത്ത് ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ നൽകാനുള്ള മാനദണ്ഡം അതേസമയം മറ്റുള്ള കാര്യങ്ങൾ നൽകുന്നതിൻ്റെ മാനദണ്ഡവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യുഅത്തിൽ മാല മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും തീരെ ഇഷ്ടമില്ലാത്ത ആളുകൾക്കും അല്ലാഹു സമ്പത്ത് നൽകും. ഒരാൾക്ക് കുറേ ദുനിയാവിലെ സുഖങ്ങളും സമ്പത്തും ഉണ്ട് എന്നത് അല്ലാഹു ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളം അല്ല. അല്ലെങ്കിൽ ഒരാൾക്ക് തീരെ സമ്പത്ത് കൊടുക്കാത്തത് ആ മനുഷ്യനോട് അല്ലാഹുവിന് ഇഷ്ടമില്ല എന്നതിൻ്റെയും അടയാളം അല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ ലാ യുഅത്തിൽ ഈമാൻ. ഈമാനാകുന്ന വലിയ അനുഗ്രഹം അല്ലാഹു നൽകുകയില്ല ഇല്ലാ മൻ യുഹിബ്ബു, അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കല്ലാതെ. അപ്പോൾ മുഅ്മിനായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ ജനിക്കുമ്പോൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മഹബ്ബത്ത് ലഭിച്ചവരാണ്. ആ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചെവിയിലൂടെ കേൾപ്പിക്കുന്നത്, പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിൻ്റെ ആദ്യമുണ്ടാകുന്ന ശക്തി കേൾവി ശക്തിയാണ്, കാഴ്ച ശക്തിയല്ല. പ്രസവിക്കപ്പെടുന്ന കുട്ടിയുടെ മുന്നിൽ നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ ആ കുഞ്ഞിന് കാഴ്ച ശക്തി ഉണ്ടാവുകയില്ല, അതേസമയം കേൾവി ശക്തി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രസവിക്കപ്പെടുന്ന കുട്ടിയുടെ കാതിൽ ആദ്യം കേൾപ്പിക്കേണ്ട വാചകം അവനെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ലോകത്തിൻ്റെ സൃഷ്ടാവ് അല്ലാഹ്, ആ അല്ലാഹു വലിയവനാണെന്ന അർത്ഥം വരുന്ന അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നാണ് കേൾപ്പിക്കേണ്ടത്. അതിൻ്റെ അവസാനം കേൾപ്പിക്കേണ്ടതോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് അതിൻ്റെ അർത്ഥമെന്തറിയോ സുഹൃത്തേ? അല്ലാഹു വലിയവനാണ്, ആ പടച്ചവനാണ് നിന്നെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ നിനക്ക് അല്ലാഹുവിൻ്റെ പേര് കേൾക്കാൻ കഴിഞ്ഞത്. എത്ര കുഞ്ഞുങ്ങൾ ഒരു ദിവസം പ്രസവിക്കപ്പെടുന്നുണ്ട്, പക്ഷേ ഈമാൻ കൊണ്ട് അല്ലാഹ് അനുഗ്രഹിച്ചവർക്കല്ലാതെ അല്ലാഹു അക്ബർ എന്ന വാക്ക് കേൾക്കാനുള്ള ഭാഗ്യമില്ല. അതുകൊണ്ട് തന്നെ ആ അല്ലാഹുവിൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീ അല്ലാഹുവിനെ സ്നേഹിക്കണം. എന്നിട്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പോകുമ്പോ അവസാനം പറയേണ്ട വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം പറയേണ്ട വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതാണ് ബാങ്കിന്റെ തുടക്കത്തിൽ അല്ലാഹു അക്ബറും ബാങ്കിന്റെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. വാങ്ക് കേൾക്കുന്നൊരു മനുഷ്യന്റെ കൽബിലേക്കുള്ള ചിന്ത ജീവിതത്തിന്റെ തുടക്കവും അവസാനവും ബാങ്കിലുണ്ടേ. അതുകൊണ്ട് വാങ്കെന്ന് പറയുന്നത് ചെറിയ അമലല്ല, വാങ്ക് വലിയ അമലാണ്. നാളെ മഹ്ശറിൽ വാങ്ക് വിളിക്കുന്ന മനുഷ്യന്മാർക്ക് വലിയ സ്ഥാനമുണ്ട്. ചെറിയ കുഞ്ഞുമക്കളുടെ കാതിലിൽ ഇടക്കിടക്ക് മെല്ലെ വാങ്ക് വിളിച്ചു കൊടുക്കുന്നത് അവരെ കൽബിൽ അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ കാരണമാകും.
നമ്മുടെ നാട്ടിൽ ബാങ്ക് കൊടുക്കണ മുഅദ്ദിനാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളം കൊടുക്കല്. പല നാട്ടിൽ, ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. അതെന്താ ഒരു ചെറിയ പരിപാടിയാണ്, മൂപ്പർക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലറ മതി എന്ന് എല്ലാവരും വിചാരം. എന്നാൽ അവർക്കാണ് വലിയ സ്ഥാനം കൊടുക്കേണ്ടത്. അവര് വലിയ സ്ഥാനമുള്ള ആളുകളാണ്. അല്ലാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആളുകൾ വലിയ സ്ഥാനമുള്ളവരാണ്. ആ വാങ്കിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ സ്നേഹിച്ചുകൊണ്ടാണ് ഈ ഭൂമുഖത്തേക്ക് പറഞ്ഞയച്ചത്. ആ സ്നേഹം മരിക്കുന്നത് വരെ കളങ്കപ്പെടുത്താതെ നിലനിർത്തുന്ന മനുഷ്യനെ കുറിച്ച് അല്ലാഹു തആല പറയാണ്, വമൻ അഹബ്ബ ലിഖാഇ അഹബ്ബതു ലിഖാഅഹു. ആരെങ്കിലും എന്നെ അഭിമുഖീകരിക്കണമെന്ന് ആർക്കെങ്കിലും കൊതിയുണ്ടോ? അല്ലാഹുവിനെ കാണണം, അല്ലാഹുവിനോട് സംസാരിക്കണം, അല്ലാഹുവുമായിട്ടൊന്ന് മുനാജാത്ത് നടത്തണം എന്ന് കൊതിക്കുന്ന മനുഷ്യനുണ്ടോ? അഹ്ബബ്തു ലിഖാഅഹു. ഞാനും അവനെ കാണാൻ കൊതിക്കുന്നതാണ്. പഴയ കാലത്തെ മുഅ്മിനീങ്ങൾ 60-70 വയസ്സായാൽ മകന്റെ കൈ പിടിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് പോയിട്ട് ബാപ്പ കാണിച്ചു കൊടുക്കും, മോനെ ഇവിടെ ഒരു കബർ കുഴിക്കണം ബാപ്പക്കാണ്, അതിന്റെ തൊട്ടടുത്തൊരു കബർ വേണം ഉമ്മക്കാണ്. എന്തേ? അഹബ്ബ ലിഖാ അല്ലാഹ്. അല്ലാഹുവിനെ കാണണമെന്ന് കൊതിച്ച ആളുകൾ കഴിഞ്ഞുപോയി. സുഹൃത്തുക്കളെ, അല്ലാഹു തആല പറയാണ്, വമൻ കരിഹ ലിഖാഇ. എന്നെ കാണണമെന്ന് ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാര്, അഥവാ മരിക്കണമെന്നുള്ള ചിന്ത കൽബിൽ വരാത്ത മനുഷ്യന്മാര്, കരിഹ്തു ലിഖാഅഹു. അവനെ കാണണമെന്ന് ഞാനും ഇഷ്ടപ്പെടൂല, അവനോട് എനിക്കൊരു താല്പര്യമുണ്ടാവില്ല. അതേ മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്തേ മഹാനവറുകളെ ലോകം മുഴുവനും സ്മരിക്കാണ്. 1000 കൊല്ലം മുമ്പ് വഫാത്തായി പോയി. 1000 കൊല്ലം മുമ്പ് വഫാത്തായിട്ടും ലോകത്തിന് മഹാനവറുകളുടെ സ്മരണകൾ വർദ്ധിക്കുകയല്ലാതെ കുറയുന്നില്ല. കാരണം എന്തേന്നറിയോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുവോ, അല്ലാഹുവിനോട് വലിയ താല്പര്യം, അതെങ്ങനെ താല്പര്യമുണ്ടാവൽ? അതിന് വലിയ പ്രയാസമൊന്നുമില്ല. നമ്മുടെ പരിസരത്ത് ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മതി, നമ്മുടെ ശരീരത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. കഴിഞ്ഞ ദിവസം എൻ്റെ ബന്ധത്തിൽപ്പെട്ട 28 വയസ്സുള്ളൊരു പെൺകുട്ടി, ഗർഭിണിയായ പെൺകുട്ടി മരണപ്പെട്ടു. അല്ലാഹുവേ, മരിച്ചുപോയവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ആ സഹോദരിക്ക് ഉഖ്റവിയായ ശുഹദാഇന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. 7 മാസം ഗർഭിണിയാണ്. ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ പെൺകുട്ടി പെട്ടെന്ന് തന്നെ പെൺകുട്ടിയെ ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ പുറത്തെടുക്കണം. ഭർത്താവ് വിദേശത്താണ്. വിദേശത്തുനിന്ന് ഭർത്താവ് വന്നു. ആ പെൺകുട്ടിയുടെ നില പെട്ടെന്ന് മോശമായി. 2ാമത്തെ ദിവസം തന്നെ മരണപ്പെട്ടു. ഒരു കുഴപ്പവുമില്ല, ചെറിയൊരു തലവേദന വന്നു പോയതാണ്. സുഹൃത്തുക്കളെ,
അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ചിരിക്കുന്ന ഓരോ ചെറിയ വിഷയങ്ങളും അതിസൂക്ഷ്മതയുള്ളതാണ്. അതിൻ്റെ പ്രവർത്തനത്തിന് ഒരു മനുഷ്യന്റെയും നിയന്ത്രണമില്ലാതെ അല്ലാഹു ഇങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ദുർബലന്മാരല്ലേ സുഹൃത്തുക്കളെ? ഒരു വായ തുറന്ന വായ ഒന്ന് അടക്കാനുള്ള ശേഷി നമുക്കില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വൈറലായത് കണ്ടില്ലേ? ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ കോട്ടുവായടാൻ വേണ്ടി വായ തുറന്നതാണ്. ആ തുറന്ന വായ അടക്കാൻ കഴിയുന്നില്ല. ഡോക്ടർമാര് വന്ന് കുറെ സമയമെടുത്തിട്ടാണ് അടപ്പിച്ചു കൊടുത്തത്. എത്ര ദുർബലമാണ്! ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളും പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ ആഴം നമുക്ക് ബോധ്യപ്പെടും. ഒറ്റ ചെറിയ കാര്യം പറയട്ടെ. ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ചൊല്ലേണ്ട ദിക്റല്ലേ ഗുഫ്റാനക അൽഹംദുലില്ലാഹ്. ഒരു ചെറിയ ദിക്റാണ്, പക്ഷേ അതിൻ്റെ ആശയം വളരെ വിപുലമാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നവരല്ലേ സുഹൃത്തുക്കളെ? ഭക്ഷണവും വെള്ളവും കുടിക്കുന്നവരല്ലേ? ഒരു നിമിഷം നമ്മുടെ മൂത്രമൊഴിക്കേണ്ട സമയത്ത് മൂത്രമൊന്ന് തടസ്സപ്പെട്ടു പോയാൽ എന്തൊരു കഠിനമായ വേദനയാണ്. മെഡിക്കൽ കോളേജിലെ 28ാമത്തെ വാർഡിലൂടെ അങ്ങനെ നടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കൈപിടിച്ചിട്ട് പറയാണ്, ഉസ്താദേ എന്റെ ബാപ്പ ഇവിടെ അഡ്മിറ്റാണ്. ബാപ്പയുടെ മൂത്രത്തിന് ട്യൂബിട്ടതാണ്. കഠിനമായ വേദനയാണ്. മൂത്രം ഒരു തുള്ളി പുറത്തേക്ക് പോകുന്നില്ല. ഉസ്താദൊന്ന് മന്ത്രിച്ചു തരുമോ? ആ ബാപ്പക്കൊന്ന് മന്ത്രിച്ചു കൊടുത്ത് ഇങ്ങോട്ട് തിരിയുമ്പോ അപ്പുറത്തുനിന്നൊരാൾ, ഉസ്താദേ എനിക്കുമൊന്ന് നിങ്ങൾ മന്ത്രിക്കണന്തേ. എന്റെ ബാപ്പ 70 വയസ്സായി, മൂത്രമറിയാതെങ്ങനെ പുറത്തേക്ക് വരികയാണ്. ട്യൂബിട്ടതാണ്. യാതൊരു നിയന്ത്രണവുമില്ല. ഒരു മൂത്രത്തിന്റെ തുള്ളി പോലും നിയന്ത്രിക്കാനുള്ള അധികാരം നമ്മുടെ ശരീരത്തിനില്ല. അതുകൊണ്ടാണ് ബാത്റൂമിന്ന് പുറത്തിറങ്ങുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. എന്റെ ശരീരത്തിലെ ഭക്ഷണങ്ങളിൽ നിന്ന് ആവശ്യമുള്ള പ്രോട്ടീനും ആവശ്യമുള്ള വൈറ്റമിനും ആവശ്യമുള്ള ജലാംശം ഫോസ്ഫറസും ആവശ്യമുള്ള കാൽസ്യവും എല്ലാം അത് ശരീരത്തിലേക്ക് തന്നെ ഉപയോഗിക്കുന്നു. ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ മുഴുവനും പുറത്തേക്ക് തള്ളിക്കളയാൻ എന്റെ ശരീരത്തിന് പവർ തന്ന അല്ലാഹ്. ഇങ്ങനെ നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. സൂറത്ത് യാസീനിൽ അല്ലാഹു തആല പറയുന്നില്ലേ, വആയത്തുൽ ലഹുമുൽ അർളുൽ മൈതാ ഈ നിർജീവമായ ഭൂമി നിങ്ങൾക്ക് കണ്ണ് തുറപ്പിക്കുന്ന ദൃഷ്ടാന്തമാണ്. വരണ്ടുണങ്ങിയ ഭൂമിയിൽ വെള്ളം തട്ടിയപ്പോൾ ഭൂമി അങ്ങനെ പച്ച പിടിക്കാൻ തുടങ്ങി. ആ വയലിൽ നിങ്ങളങ്ങ് നെല്ലിന്റെ വിത്തുമണികൾ വിതറിയപ്പോ അത് നല്ല നെൽമണിയായിട്ട് അരിയായിട്ട് പുറത്തേക്ക് വന്നു. വമിൻഹു യഅ്കുലൂൻ.
അതാണ് മനുഷ്യന്റെ മുഖ്യമായ ആഹാരം. ലോകത്തെ ഏത് രാജ്യത്ത് പോയാലും മനുഷ്യൻ കഴിക്കുന്ന ഒരു നേരത്തെ ആഹാരം റൊട്ടിയാണ്. റൊട്ടിയില്ലാത്തൊരു നാടും ലോകത്തെവിടെയുമില്ല. മാത്രമല്ല ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ റൊട്ടിയുടെ വില പോലും ഗവൺമെന്റിന്റെ നിയന്ത്രണമാണ്. 20 ഫൽസിലധികം വാങ്ങാൻ പറ്റൂല എന്ന് നിയമമുള്ള രാജ്യമുണ്ട്. കാരണോ റൊട്ടി എല്ലാവരുടെയും ദേശീയ ഭക്ഷണമാണ്. ഈ ആയത്ത് വിശദീകരിച്ച മുഫസ്സിരീങ്ങൾ പറയാണ്, ഓ മനുഷ്യ, നിന്റെ മേശപ്പുറത്ത് വന്നിരിക്കുന്ന ഖുബ്സ് പത്തിരിയുണ്ടല്ലോ, ഈ പത്തിരി നീ കഴിക്കുമ്പോ നീ ആലോചിക്കണം, ഒരു പത്തിരിയുടെ പിറകിൽ 100 കണക്കിന് മനുഷ്യന്മാരുടെ അധ്വാനമുണ്ട്. 100 കണക്കിന് ആളുകളുടെ അധ്വാനമുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടൂല. നമ്മൾ അതിന്റെ ഫാക്ടറികളൊന്നും കാണാത്തത് കൊണ്ട്. കൊൽക്കത്തയിൽ ബംഗാളിൽ പോയപ്പോ അവിടെ ആളുകൾ താമസിക്കുന്ന സ്ഥലം ആകെ 10 സെന്റിൽ 20-30 വീടാ, ചെറിയ വീടുകൾ. അത് കഴിഞ്ഞാൽ പിന്നെ 20 ഏക്കറ 30 ഏക്കറ നെൽപ്പാടങ്ങളാ. ഈ മനുഷ്യന്മാരുടെ ജീവിതം എന്താ? ആ ചെറിയ കുടിലിൽ കുറച്ചു സമയം നേരം വെളുത്താൽ അവർ വയലിലേക്ക് ഇറങ്ങി നല്ല കൃഷി ഉണ്ടാക്കിയിട്ട് നല്ല അരി ലോകത്തേക്ക് കയറ്റി കൊടുക്കുന്ന മനുഷ്യന്മാരാണ് ബംഗാളികൾ. ഓരോ മാസവും എത്ര ടൺ കണക്കിന് അരിയാണ് കയറ്റി പോകുന്നത്, എത്ര ആളുകളാണ് അധ്വാനിക്കുന്നത്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഇത് മനുഷ്യന് വലിയ കഴിവ് കൊടുത്തിട്ട് അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. അഅൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ? നിങ്ങളാണോ കൃഷി മുളപ്പിക്കുന്നത്, അതല്ല നമ്മളാണോ? നമ്മൾക്ക് കൃഷി മുളപ്പിക്കുന്നതിൽ യാതൊരു അധികാരവുമില്ല. ഫിഷറീസ് വകുപ്പ് നമ്മളുടെ ഡിപ്പാർട്ട്മെന്റുകൾ ഇഷ്ടം പോലെയുണ്ട്. മണ്ണുത്തിയിലൊരു വലിയ സർവകലാശാലയുണ്ട്, കാർഷിക സർവകലാശാലയാണ്. ആ സർവകലാശാലയിലെ വിദഗ്ധന്മാര് കൂടിയിട്ട് ഒരു പ്രത്യേക തരം വിത്ത് കണ്ടെത്തുകയുണ്ടായി. ഒരു പ്രത്യേക വിത്ത് കണ്ടെത്തി. ആ വിത്ത് കണ്ടെത്തിയപ്പോ വിത്തിനെന്താ പേരിടാന്നുള്ള ഭയങ്കര തർക്കം. അന്നത്തെ കാർഷിക വകുപ്പ് മന്ത്രി ഗൗരിയമ്മയായിരുന്നു. അതുകൊണ്ട് വിത്തിന് ഗൗരി വിത്തുകൾ എന്ന് പേരിട്ടു. അങ്ങനെ വിത്തൊക്കെ വിപണിയിൽ ഇറക്കി. 6 മാസം കഴിഞ്ഞപ്പോ റിപ്പോർട്ട് വന്നു, വിത്തുകൾ ഒറ്റൊന്നും മുള പൊട്ടുന്നില്ല. അവസാനം ആ പദ്ധതി അവസാനിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുക, മണ്ണിന്റെ ഉള്ളിലേക്ക് എറിയുന്ന വിത്തുകളെ മുളപ്പിക്കാനുള്ള ശേഷി മനുഷ്യ നിങ്ങളെ കയ്യിലുണ്ടോ? 5 തേങ്ങ തൈക്കിട്ടിട്ട് 4 എണ്ണമാണ് അതിന് മുള വരുന്നത്, 3 എണ്ണമാണ് തെങ്ങാവുന്നത്, 2 എണ്ണത്തിൽ ആ തേങ്ങ ഉണ്ടാവുന്നത്, 1-ലാണ് നല്ല തേങ്ങ ഉള്ളത്. നമ്മളെ വീട്ടിലെ തെങ്ങിനെ കുറിച്ച് മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ നമ്മുടെ പരിസരത്തുള്ള ഓരോ വസ്തുക്കളെയും കുറിച്ച് ആലോചിക്കുമ്പോ നമ്മുടെ ഖൽബ് അല്ലാഹുവിലേക്ക് അങ്ങ് തിരിയും. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഖൽബിലേക്ക് ഇങ്ങനെ വർദ്ധിച്ചു വരും. സുഹൃത്തുക്കളെ, അപ്പോഴാണ് നമ്മൾക്ക് അല്ലാഹുവിനോട് ഇഷ്ടമിങ്ങനെ കൂടുന്നത്. അപ്പോഴാണ് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹ് എന്ന് ചൊല്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയൂല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാതിരിക്കാൻ കഴിയൂല. ബാത്റൂം ഒന്ന് പുറത്തിറങ്ങിയാൽ ഗുഫ്റാനക്കൽ ഹംദുലില്ലാഹ്. ഇങ്ങനെ ഒരാൾ അല്ലാഹുവിലേക്ക് ഇങ്ങനെ നാവുകൊണ്ടും കൽബുകൊണ്ടും ഇങ്ങനെ അടുത്താൽ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയും, യാ ജിബ്രീൽ ഇന്നി ഉഹിബ്ബു ഹാദൽ ഫുലാൻ, ഞാൻ ഈ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു ജിബ്രീലേ, ഫഅഹിബ്ബഹു, നീയും ഇഷ്ടപ്പെടണം.
അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെട്ടാലോ മലക്കുകൾ വിളിച്ചു പറയും, മലക്കുകളെ ഇന്നല്ലാഹ യുഹിബ്ബു ഹാദൽ ഫുലാൻ ഫഅഹിബ്ബൂ, ഈ മനുഷ്യനോട് അല്ലാഹുവിന് പെരുത്ത ഇഷ്ടമാണ്, നിങ്ങളും ഇഷ്ടം കാണിക്കണേ. അങ്ങനെ എല്ലാ മലക്കുകൾക്കും ആ മനുഷ്യനോട് ഇഷ്ടമുണ്ടായാൽ പിന്നീട് ഭൂമിയിലുള്ള മുഅ്മിനീകളെ ഖൽബിൽ ആ മനുഷ്യനോട് വലിയ ഇഷ്ടം കൊടുക്കും. അതാണ് ഗൗസുൽ ആളം ഖുതുബുൽ അഖ്താബ്. മഹാനവറുകൾ 1000 കൊല്ലം മുമ്പ് വഫാത്തായി പോയിട്ടും മഹാനവറുകളെ ഓർക്കുന്ന മനുഷ്യന്മാര്, മഹാനവറുകളെ സ്മരിക്കുന്ന ആളുകൾ എല്ലാ ദിവസവും അവർക്കോരോ ഫാത്തിഹ എപ്പോഴും ഓതൂകിൽ അവരെ ദുആയും ബർക്കത്തുമെത്തുമേ. 5 വഖത്ത് നിസ്കാരത്തിന്റെ ശേഷവും ഗൗസുൽ ആലമിന്റെ ത്വരീഖത്തിലെ ദിക്റുകൾ ചൊല്ലുന്ന സാത്വികന്മാരുണ്ട്. ആഴ്ചയിൽ എല്ലാ വെള്ളിയാഴ്ച രാവിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് 1000 തവണ ചൊല്ലുന്ന ഖാദിരിയ്യ ദിക്റിന്റെ മജ്ലിസ് നമ്മുടെ പല നാട്ടിലുമുണ്ട്. മാസത്തിൽ 11 രാവിന് അല്ലാഹു അല്ലാഹു അല്ലാഹ് യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മൗജൂദ ഇല്ലല്ലാഹ് ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്ന റാത്തീബ്, മുഹിയുദ്ദീൻ റാത്തീബ് ചൊല്ലുന്ന മുഅ്മിനീകളുണ്ട്. സുഹൃത്തുക്കളെ, മഹാനവറുകളുടെ എല്ലാ മഹത്വങ്ങളും ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളമത്തീരമുള്ളോവർ അല്ലാഹുവിലേക്കുള്ള അടുപ്പത്തിന്റെ അടയാളങ്ങളാണ്. നമ്മളും അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരാണ്. ആ ഇഷ്ടം നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം.